വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകരുത് എന്ന് അവസാനം വരെ പറഞ്ഞൊരാൾ വെള്ളാപ്പള്ളി നടേശനാണ്. കെ സി വേണുഗോപാലിനെ പിന്തുണച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശനെ വളരെ അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പല സ്റ്റേറ്റ്മെൻറ്റുകളും നടത്തിയത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞതാണ്. ലീഗ് അധികാരത്തിൽ വന്നാൽ മാറാടുകൾ ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ വർഗീയ ധ്വനിയുള്ള വിദ്വേഷ ഒരു പരാമർശമാണ് നടത്തിയത്. അതിലൊന്നും ഒരു തിരുത്തലും വെള്ളാപ്പള്ളി നടേശൻ തിരുത്തിയിട്ടില്ല. തിരുത്തുകയാണ് എങ്കിൽ ഇപ്പോൾ നേരത്തെ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ ചില തിരുത്തലുകൾ വരുത്താൻ, ഞാൻ പറഞ്ഞതിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു മഞ്ഞുരുക്കം ഉണ്ടാകാം. പക്ഷേ അതുകൂടെ സംഭവിച്ചിട്ടില്ല. അല്ല, അത് മറ്റൊരു സ്റ്റേറ്റാണ് കാര്യം. തിരുത്താന്ന് പറയുന്നത് മറ്റൊരു കാര്യം. അപ്പോഴേക്കും അത് കേരളം കൺവിൻസിംഗ് ആണല്ലോ കേരളത്തിൽ. അതൊരു തിരുത്താൻ അദ്ദേഹത്തിന് തുടർന്ന നടപടികളെല്ലാം അത് പ്രതിഫലിക്കും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ബിന്ദുകൃഷ്ണദാസൻ സുകുമാരധാരയും കണ്ടുകൊണ്ട്, അതായത് രണ്ട് സാമുദായിക നേതാക്കളെ കണ്ട് അവരുടെ മുമ്പിൽ തൊഴുതരുന്നാൽ കേരള സമൂഹം അംഗീകരിച്ചെന്ന തെറ്റിദ്ധാരണയും മന്ത്രിമാർക്കുണ്ടെങ്കിൽ അതാണ് ഈ തെരഞ്ഞെടുപ്പ് തിരുത്തിയത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതൊക്കെ തിരുത്തിയ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലുള്ള ആൾക്കാർക്ക് കേരള സമൂഹത്തിലുള്ള അപ്രമാദിത്വം ഇല്ല എന്ന് കാണിക്കുന്ന ഒരു ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അത് വീണ്ടും മൂട്ടിയുറപ്പിച്ച് കൊടുക്കുന്ന, അതായത് സതീശൻ പണ്ട് ഉപയോഗിച്ചൊരു വാക്കാണെങ്കിൽ ഈ തിണ്ണ നിരങ്ങാൻ പോകുന്നത് വാസൽ UDF-നോട് ചെയ്യുന്ന അപരാധം മാത്രമല്ല, ഈ വോട്ട് ജനത്തോട് ചെയ്യുന്ന അപരാധമാണ്. അവരെ അപമാനിക്കുന്ന തുല്യമാണ്. കാര്യം ആ അകലം പാലിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഇവർക്ക് ബഹുമാനം വ്യക്തിവരെ ഉണ്ടായിക്കോട്ടെ, ആ വ്യക്തിവരെ ബഹുമാനം അവർ വ്യക്തിവരെ നിർത്തോട്ടെ. പക്ഷേ ഇന്ന് അവർ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് എന്ത് സാമൂഹ്യക്ഷേമമാണ് അവിടെ പോയി നേടാൻ പറയാനുള്ളത്?